ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കരുത്. എപ്പോഴും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഇത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നു. അവർക്ക് നിങ്ങളെ ഓർത്തിട്ട് എന്തെങ്കിലും സങ്കടമുണ്ടോ, അവർ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നു. ഓക്കെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഓർത്തിട്ട് എത്രമാത്രം സങ്കടപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ, വേദന അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആണ് ഉള്ളതെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കിട്ടുന്നത്. പക്ഷെ അതിനു മേലെ അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതായത് നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു സെയിം സിറ്റുവേഷനിൽ തന്നെ അവർക്ക് അത്രമാത്രമൊക്കെ ഉള്ള തടസ്സങ്ങൾ അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ചില സാഹചര്യങ്ങളായിരിക്കാം, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവര് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വൈറ്റ് കളർ ബേർഡ്സിനെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ്, വൈറ്റ് കളർ ഫെതേഴ്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. അല്ലെങ്കിൽ 333, 222, 111, 1111 എന്നുള്ള ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട്. അത്രയും ഒരു പേഴ്സണൽ ഹീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത്രയും നാള് നിങ്ങൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിനെ, അതായത് രണ്ടുപേരുടെയും ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ സ്റ്റഡീസിലോ ഒന്നും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല. അത്രയും നിങ്ങൾ ടെൻസ്ഡ് ആണ്, അല്ലെങ്കിൽ സ്ട്രെസ്സാണ് നിങ്ങൾക്കുള്ളത്. അത്തരം ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹീലിങ്ങിന്റെ ഒരു ടൈമാണ് ഈ ഒരു സമയം. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ ഒരു സന്തോഷത്തിന്റെ നാളുകളാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാനായിട്ട് പോകുന്നു. അതായത് ഒരു ഹീലിങ്ങിന്റെ സമയമാണിത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഹീലിംഗ് ആണ് വരുന്നത്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുമെന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ഒരു വ്യക്തതയാണ് ഈ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു അത്ഭുതം പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണമെന്ന് വളരെയധികം ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡിൽ അത് തന്നെയാണ് കിട്ടുന്നത്. വളരെയധികം ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സിന് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന്. പക്ഷെ അതിനൊരു ഫലം തീർച്ചയായിട്ടും
ലഭിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു വ്യക്തതയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ഈ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധമുള്ള ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനായിട്ട് ഇടയാകുന്നതിന്റെ ഒരു ക്ലാരിറ്റി കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നു എന്നതിന്റെ ഒരു ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ. വളരെ പോസിറ്റീവായിട്ട് എനർജി ഉള്ള ഒരു റീഡിങ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. പലരെയും ഒപ്പോസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പല സാഹചര്യങ്ങളോടും പൊരുതേണ്ടതായിട്ട് വരുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്തരം സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു പ്രണയം അത്രയും സീരിയസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് കാണുന്നത്. ആ വ്യക്തി വളരെയധികം വാല്യൂ തരുന്നുണ്ട് നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിന്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്, ഒരു കമ്മിറ്റ്മെന്റിന് വളരെയധികം വാല്യൂ തരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷത്തിലും അവര് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. കാരണം അത്രമാത്രം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അവര് ഒത്തിരി ഡിസ്റ്റൻസിൽ ആയിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ഉള്ള വ്യക്തികളാണ് എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അവര് ഒരു ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൺമുന്നിൽ കാണാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ആ ഒരു കാര്യത്തിന് ഒരുപാട് വേദന ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളെ നേരിട്ട് കാണാൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം, നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. രണ്ട് അൺനോൺ ആയിട്ടുള്ള ഒരു പാത്താണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അവരുടെ മുന്നിലും അതുപോലെ തന്നെ രണ്ട് പാത്താണുള്ളത്, രണ്ട് വഴികളാണുള്ളത്. അതിൽ ഏത് ചൂസ് ചെയ്യേണ്ടത്, ഏത് വഴിയിലൂടെയാണ് നിങ്ങളുടെ അരികിൽ എത്തിച്ചേരേണ്ടത് എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യങ്ങളോട് പൊരുതിക്കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് ചാരിയോട്ട് കാർഡ് വന്നിരിക്കുന്നുണ്ട്. വളരെയധികം കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എങ്കിലും ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിക്ക് ഇപ്പോൾ താങ്ങാൻ പോലും കഴിയുന്നില്ല. ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു വേദനയാണ് അവർക്കുള്ളത്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുറച്ച് വിഷമങ്ങളൊക്കെ മാറും എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഫീലിങ്സ് ആണ് കൂടുതലും ഇവിടെ വരുന്നത്. അത്രയ്ക്കും ഒരു സ്ട്രോങ് ഫീലിങ്സ് ആണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം വിഷമങ്ങളിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കൂടുതലും ഇവിടെ അവർക്ക് കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഏത് വഴിയിലൂടെ നിങ്ങളിലേക്ക് എത്തണം എന്നതിനെ കുറിച്ച് ഇവർ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളെ ഓർത്തിട്ട് അവർ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളെ കാണാൻ സാധിക്കാത്തതിലും മിണ്ടാൻ സാധിക്കാത്തതിലും ഒക്കെ അവർ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, അവരൊരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay. അപ്പോൾ ഇവർ പറയുന്നത്
ഞാൻ വളരെ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ്. കാരണം എൻ്റെ ലൈഫിൽ നിന്നെ എനിക്ക് കിട്ടി എന്നുള്ളത്. ഐ ആം കൗണ്ടിങ് ദ വേഴ്സ്. ഓരോ നിമിഷവും ഇവർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങളും മണിക്കൂറുകളും ഇവർ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ട്. ലവ് യു എന്നും അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഐ ആം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഓക്കെ, ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ മുഴുവൻ ഹൃദയത്തോടും നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിന്നോടുള്ള ഫീലിങ്സ് ഞാൻ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. എനിക്ക് നിനക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഗിവ് മീ സം ലവ്, ഐ എം സോറി. ഓക്കെ, കുറച്ച് സ്നേഹം അവർക്ക് കൊടുത്താലും എന്ന് പറയുകയാണ്. വളരെയധികം ക്ഷമ ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവര്. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ സന്തോഷം എന്നും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഓഗസ്റ്റ് മന്ത് എന്നാണ്. അതുപോലെ സെക്കൻഡ് സ്റ്റെഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ലെറ്റർ എൽ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, നമ്പർ 6 കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയീസ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ ഒരു ക്ലൂ കിട്ടുന്നത്. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഓക്കെ, നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് ബട്ടർഫ്ലൈസ് ഫെദേഴ്സ് ഒക്കെ കാണുന്നുണ്ട് ആയിരിക്കും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടരെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 1 മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ കളി കാണാനോ അതുപോലെ ഫുട്ബോൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്രേസി, വളരെ ക്രേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്രേസി ആയിരിക്കാം. ഡ്രോയിങ്, പടമൊക്കെ വരയ്ക്കുന്ന വ്യക്തികളാണ്, പിക്ചറൊക്കെ വരയ്ക്കുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്സ് ട്രാവലിംഗ്, ഓക്കെ, യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, തിരുവനന്തപുരം ജില്ല എന്നുള്ള ആളുകൾ ഉണ്ടാകാം. നമ്പർ 9 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വയനാട് ജില്ലയുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഗെയിം ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്പർ 31 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1992 എന്ന് പറയുന്നൊരു വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 24 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.